Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് പ്രോബ്ലംസ് ആണ്. സോ ഓൾറെഡി ഇതിന്റെ പാർട്ട് 1 തിയറി എക്സ്പ്ലനേഷൻ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ആ കണ്ടന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സോൾവ് പ്രോബ്ലംസ് ആണ്. സോ ലെറ്റ് us start. First question. Tell what property allows you to compute 1 by 3 into 6 into 4 by 3 as 1 by 3 into 6 into 4 by 3. Okay. So, ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്ത പോലെയാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ? 1 by 3 ആദ്യം സെപ്പറേറ്റ്, പിന്നെ 6ഉം 4 by 3 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രൂപ്പായിട്ട് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതിന് again നെക്സ്റ്റ് ആസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എന്താ? 1 by 3ഉം 6ഉം ബ്രാക്കറ്റിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. 1 by 3 into 6 into 4 by 3. So it is clear അല്ലേ? അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? By using associative property of multiplication, we can compute a into b into c is equal to a into b into c. അല്ലേ? ഓൾറെഡി തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ലെറ്റ് എ ബി സി, ഇപ്പം നമ്മളിവിടെ ജനറലി പറഞ്ഞത് എ ബി സി ടേംസിലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓരോന്നും നമ്മൾ എ ബി സി ആയിട്ട് അസ്യൂം ചെയ്യാം. എ ഇസ് ഈക്വൽ ടു 1 by 3 എടുക്കാം, ബി ഇസ് ഈക്വൽ ടു 6 എടുക്കാം, സി ഇസ് ഈക്വൽ ടു 4 by 3, അതേ ഓർഡറിൽ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ യൂസിങ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ എ ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ അറിയാം. എ എന്ന് പറയുന്നത് നമ്മൾ 1 by 3 കൊടുക്കുക, ബി 6 കൊടുക്കുക, സി എന്ന് പറയുന്നത് 4 by 3. സോ 1 by 3 ഇൻറ്റു 6 ഇൻറ്റു 4 by 3 അല്ലേ? എ ഇൻറ്റു ബ്രാക്കറ്റിൽ ബി ഇൻറ്റു സി. 1 by 3 into bracket 6 into 4 by 3 is equal to, then again a and b group here, 1 by 3 into 6 into 4 by 3. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഇസ് ഓൾവേസ് എ ഡാഷ്. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തോന്നും, ബട്ട് നമുക്ക് അത് എന്താന്നുള്ള വാല്യൂ മനസ്സിലാക്കിയിരിക്കണം അല്ലേ? അതിനാണ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൻസർ റിസൾട്ട്, അതായത് പ്രോഡക്റ്റ്, അതെന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം അതൊരു റാഷണൽ നമ്പർ ആണ്. സോ ഒരു എക്സാമ്പിൾ പറയുന്നത് 3 by 2, 5 by 7ഉം രണ്ട് റാഷണൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 by 2 into 5 by 7 we get it as 15 by 40. അതും ഒരു റാഷണൽ നമ്പർ ആണ് അല്ലേ? അപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് വിച്ച് പ്രോപ്പർട്ടി ഇസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ്. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അപ്പോൾ ഓരോന്നിലും ഏത് പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നോ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 by 5 പ്ലസ് ബ്രാക്കറ്റിൽ -5 by 6 പ്ലസ് 1 by 2 is equal to, ഇനി ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് ആണ്, ബ്രാക്കറ്റിൽ 2 by 5 പ്ലസ് -5 by 6 അതൊരു ഗ്രൂപ്പ് പ്ലസ് 1 by 2. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, ആ ഒരു പെയർസ് എടുത്തിരിക്കുന്നത് നമ്മൾ ചേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസിൽ 2 by 5 സെപ്പറേറ്റ് ചെയ്ത് സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ ഗ്രൂപ്പ് ചെയ്തു. RHSൽ എന്താ കൊടുത്തിരിക്കണം? ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ ഗ്രൂപ്പ് ചെയ്തു, അതായത് തേർഡ് നമ്പർ സെപ്പറേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഏത് പ്രോപ്പർട്ടിയാണ്? അസോസിയേറ്റിവിറ്റി എന്ന് സിമ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 minus 45 by 7 plus 3 by 2 is equal to 3 plus 3 by 2 minus 45 by 7. സോ ഇതിൽ രണ്ട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് സെക്കൻഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മൾ പെയർസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ a plus b എന്നുള്ളത് b plus a രണ്ടും സെയിം എന്ന് പറയുന്ന പോലെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 3 minus 45 by 7 plus 3 by 2 ആണ്. മൂന്ന് നമ്പേഴ്സ് തന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന RHSൽ എന്താ, 3 plus 3 by 2 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ശരിയല്ല? -45 by 7 സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്, ഗ്രൂപ്പിംഗ് മാറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഓർഡറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റാഷണൽ നമ്പർ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു 3 by 8 to get the number -1 by 24. ഏത് റാഷണൽ നമ്പർ നമ്മൾ 3 by 8ന്റെ കൂടെ ആഡ് ചെയ്താലാണ് -1 by 24 ആൻസർ കിട്ടുക? അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആ ഒരു അൺനോൺ വാല്യൂ x ആയിട്ട് കൺസിഡർ ചെയ്യാം.
ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണേ, എക്സിന്റെ കൂടെ അതായത് 3/8ന്റെ കൂടെ ഈ അൺനോൺ ദാറ്റ് ഇസ് എക്സ്, എക്സ് പ്ലസ് 3/8 അതിന്റെ വാല്യൂ എന്തായിരിക്കും -1/24. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടും എക്സ് പ്ലസ് 3/8 ഇസ് ഈക്വൽ ടു -1/24. ഇതിൽ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സോ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ LCM എടുക്കണം. സോ എക്സ് പ്ലസ് 3/8 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 8x plus 3 is equal to -1/24 into 8 വരും. RHSലും LHSലും ഒരേപോലെ ചെയ്യണ്ടേ, എന്നാലല്ലേ ഇക്വേഷന് ചേഞ്ച് ഉണ്ടാവാത്തത്. സോ ഇവിടെ 24ഉം 8ഉം പോയാൽ 3 വരും. ഓക്കെ, അപ്പോൾ 8x plus 3 is equal to -1/3 കിട്ടും. ഈ ഇക്വേഷൻ 8x plus 3 is equal to -1/3. അഗെയിൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് എക്സ് മാത്രമാണ് LHSൽ വരേണ്ടത്. ഈ +3 എന്നുള്ളത് നമ്മൾ RHSൽ കൊണ്ടുപോകാം. ഓക്കെ, സോ -1/3 -3. ഈ -1/3 -3നെ അഗെയിൻ LCM എടുക്കുക. അപ്പോൾ 3 മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക ഈ നമ്പറിൽ അല്ലേ, അപ്പോഴല്ലേ കോമൺ ആയിട്ട് 3 ഡിനോമിനേറ്ററിൽ ഉണ്ടാവുള്ളൂ. സോ -1 -3 into 3 എത്രയാ 9 divided by 3 that is -10 divided by 3. ക്ലിയർ ആയോ? അതാണ് -10/3. നെക്സ്റ്റ് നമ്മൾ 8x ആണ് -10/3. സോ എക്സ് കിട്ടണമെങ്കിൽ 8ന് RHS ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകണം. സോ -10/3യുടെ കൂടെ എന്ത് വരും, 8 താഴെ വരും അല്ലേ. സോ ഈ 8ൽ 2 കോമൺ ഫാക്ടർ ആണ് 4 ദാറ്റ് ഇസ് -5/12 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സിന്റെ വാല്യൂ അൺനോൺ വാല്യൂ -5/12. ഈ -5/12 3/8ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1/24 എന്നുള്ള വാല്യൂ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി എക്സ്പ്രഷൻ 1/2 into 3/2 അതൊരു ടേം പ്ലസ് 4/6 into 2/3. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ഇതുപോലത്തെ റിപ്പീറ്റഡ് പാറ്റേണിൽ എക്സ്പ്രഷൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഗിവൺ എക്സ്പ്രഷൻ എന്താണ്, 1/2 into 3/2 അത് ഗ്രൂപ്പ് ആയിട്ട് തന്നിട്ടുണ്ട്, പ്ലസ് അഗെയിൻ സിമിലർ ഗ്രൂപ്പ് 4/6 into 2/3. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം തന്നെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലത്തെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. 1/2 into 3/2 എന്താ നമുക്കറിയാം, 1/2 into 3/2 ദാറ്റ് ഇസ് 3/4 അല്ലേ. ഈ ഒരു ടേം ആണ് പറയുന്നത് 1/2 into 3/2. നമുക്ക് എന്ത് കിട്ടും, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ്, എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുക. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ റാഷണൽ നമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 3/4 കിട്ടും അല്ലേ. സോ 3/4 പ്ലസ് അഗെയിൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 4/6 into 2/3 അല്ലേ. 4/6 into 2/3. സോ ഇവിടെ 2 എന്നുള്ള ടേം പോകും അല്ലേ. ഓക്കെ, 2 into 2 4 divided by 9 കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ 8/18 ആണ് എഴുതിയിരിക്കുന്നത്, അത് ആക്ച്വലി നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം അല്ലേ. ഇപ്പോൾ 9 into 2 18 ആണ്, അതേപോലെ 4 into 2 18 ആണ്. സോ 2 നമുക്ക് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഫൈനൽ വാല്യൂ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതിയാൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഓൺ വേയിൽ ചെയ്യാം. ഓക്കെ, സോ 1/2 into 3/2 പ്ലസ് 4/6 into 2/3 എന്ന് പറയുന്നത് നമുക്ക് 3/4 പ്ലസ് 8/18 അല്ലെങ്കിൽ ഇതേപോലെ 4/9 അല്ലേ. 4/9 എന്ന് എഴുതാം. സപ്പോസ് നമ്മൾ 4/9 എഴുതുകയാണെങ്കിൽ 3/4 പ്ലസ് 4/9 ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ LCM എന്താ വരിക, 4നും 9നും എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ 4 and 9 LCM 36 തന്നെയാണ്. സോ ഇവിടെ 4നെ 36 ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 9 ചെയ്യണം. സോ 9 മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 9s are എത്രയാണ് 27. സോ 27/36 പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക, 9 into 4 ചെയ്താലാണ് 36 വരിക. സോ മുകളിലും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 എത്രയാണ് 16. സോ 16 divided by 36. അപ്പോൾ നമുക്കിവിടെ 27 പ്ലസ് 16 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യൂ കിട്ടുക, 43 ആണ് ആൻസർ അല്ലേ. 43 divided by 36. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് സിംപ്ലിഫൈഡ് ഫോമിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആണ്. അല്ല ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ വാല്യൂസ് കുറച്ചും കൂടി ബിഗർ വാല്യൂസ് ആണ് കിട്ടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആൻസർ ഒരിക്കലും തെറ്റില്ല. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് 43/36. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Verify x plus y is equal to y plus x if x equal to 1 by 2 and y is equal to 3 by 4. So, രണ്ട് rational numbers വന്നിട്ട് x ഉം y ഉം. x ന്റെ value 1 by 2, y ന്റെ value 3 by 4. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എന്താ? x plus y is equal to y plus x. ഇത് ഈസി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ ആണ് കിട്ടുക നമുക്ക് അറിയാം. സ്റ്റിൽ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ x equal to 1 by 2, y equal to 3 by 4 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ LHS കണ്ടുപിടിക്കുക. അതായത് x plus y. അപ്പോൾ അതിന്റെ ഒരു വാല്യൂ കിട്ടും അല്ലേ? x plus y പറഞ്ഞാൽ 1 by 2 plus 3 by 4. അഗെയിൻ LCM എടുക്കുക. 1 by 2 plus 3 by 4. അപ്പോൾ 2ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ into 2 ചെയ്യാം. So 2 plus 3 divided by 4, that is 5 by 4 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 5 by 4. ഇനി RHS എന്താ? y plus x ആണ്. ജസ്റ്റ് ഓർഡർ ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 3 by 4 plus 1 by 2 കിട്ടും. നമുക്കറിയാം അഗെയിൻ 5 by 4 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയി? സോ LHS equal to RHS നെ വെരിഫൈ ചെയ്തു. Hence proved x plus y is equal to y plus x. Next question. Find 3 by 5 plus 7 by 3 plus 9 by 5 plus minus 13 by 15 plus minus 7 by 3. Okay. അപ്പോൾ അതായത് നെഗറ്റീവ് ഇതുപോലെ റാഷണൽ നമ്പേഴ്സ് ന്യൂമറേറ്റർ നെഗറ്റീവ് വാല്യൂസ് ഉള്ളതുണ്ട്. പിന്നെ പ്ലസ് ടേംസ് ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ഒരു മൈനസ് വന്നാലും നമുക്ക് അതിനെ ഒന്നെങ്കിൽ ആ ഇൻറ്റീജറിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പോലെയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. റീഅറേഞ്ച്മെന്റ് ഗ്രൂപ്പിംഗ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ ദ സിംപ്ലിഫൈഡ് ഫോം. So 3 by 5 plus 7 by 3 plus 9 by 5 plus minus 13 by 15 plus minus 7 by 3. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുള്ളത് 3 by 5ഉം 9 by 5ഉം ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയി അല്ലേ? സോ 9 plus 3 എന്ന് പറയുന്നത് എത്രയാ? 12 ആണ്. അപ്പോൾ 12 by 5. നെക്സ്റ്റ് നമ്മൾ പ്ലസ് 7 by 3ഉം മൈനസ് 7 by 3 ഉണ്ട്. അഗെയിൻ കോമൺ ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ 7 by 3 മൈനസ് 7 by 3 എന്താ? 0 കിട്ടും. ഓക്കെ, ആ 0 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആ നെഗറ്റീവ് വാല്യൂ 13ന്റെ ഒപ്പം എഴുതാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എന്ന് എഴുതാം. സോ മൈനസ് ഓഫ് 13 by 15. അപ്പോൾ ഫൈനൽ 12 by 5 പ്ലസ് 0 മൈനസ് 13 by 15. അഗെയിൻ നമ്മളിവിടെ LCM എടുക്കണം. അതായത് ഇവിടെ കോമൺ ഫാക്ടർ LCM എന്ന് പറയുന്നത് 15 ആണ് അല്ലേ? അപ്പോൾ 5 into 3. സോ ഇവിടെ into 3 മുകളിൽ താഴെ ചെയ്യണം. സോ 12 into 3 എന്ന് പറയുന്നത് എത്രയാ? 36. അപ്പോൾ 36 മൈനസ് 13 ഡിവൈഡഡ് ബൈ 15 ആണ് വരിക. 36 മൈനസ് 13 ബൈ 15 എന്ന് പറയുന്നത് എന്താ? 23 ഡിവൈഡഡ് ബൈ 15 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x is subtracted from thrice the rational number 3 by 6 to obtain the value of 2 by 5, then find the value of x. അപ്പോൾ നമ്മൾ x സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് ഫ്രം thrice the rational number 3 by 6. അതായത് 3 times 3 by 6 ആണ്. 3 into 3 by 6. അതിൽ നിന്ന് x സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കിട്ടുന്ന വാല്യൂ എന്താണ്? 2 by 5 ആണ്. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം അല്ലേ? അപ്പോൾ സൊല്യൂഷൻ നോക്കാം. അതായത് 3 into 3 by 6 എത്രയാണ്? നമുക്ക് കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 2 ആണ് വരിക. സോ 3 by 2 ആണ് സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ 3 into thrice the number, അതായത് 3 into 3 by 6 നമുക്ക് 3 by 2 കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ x സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 2 by 5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? സോ 3 by 2 മൈനസ് x is equal to 2 by 5. ഇതിൽ നിന്ന് x കണ്ടുപിടിച്ചൂടെ? അതായത് x RHS കൊണ്ടുപോവാ. സോ പ്ലസ് x ആവും. ആൻഡ് 2 by 5നെ LHS കൊണ്ടുപോവാ. അപ്പോൾ 3 by 2 മൈനസ് 2 by 5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്താ? കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 5 10. അപ്പോൾ 10 ആണ്. സോ ഫസ്റ്റ് ടേമിൽ ഡിനോമിനേറ്റർ 10 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്ററിൽ നമ്മൾ into 5 ചെയ്യണം. ശരിയല്ലേ? അതേപോലെ സെക്കൻഡ് ടേമിൽ into 2 ചെയ്യണം. അപ്പോഴാണ് ഡിനോമിനേറ്റർ 10 കിട്ടുക. സോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 3 into 5 മൈനസ് 2 into 2 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഇസ് 15 മൈനസ് 4 by 10. അതായത് 11 by 10 ആണ് ആൻസർ. സോ നമ്മൾ 11 by 10 എന്ന് പറയുന്നതായിരിക്കണം. It should be subtracted to thrice the rational number 3 by 6. Next question. Find 5 by 6 plus minus 2 by 3 plus 1 by 3 minus bracket minus 2 by 3 divided by 3 by 2. അപ്പോൾ ഇതിൽ നമുക്ക് again
ടേംസ് ആണ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലസ് മൈനസ് ആൻഡ് ഡിവിഷൻ ഇതെല്ലാം ടേംസ് ഓപ്പറേൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. അപ്പോൾ അത് എഴുതുക. അതായത് 5/6 പ്ലസ് മൈനസ് 2/3 പ്ലസ് 1/3 മൈനസ് മൈനസ് 2/3 ഡിവൈഡ് ബൈ 3/2. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സിൽ എപ്പോഴും മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നെഗറ്റീവ് വാല്യൂസ് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂ സ്കിപ്പ് ചെയ്യും. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെയാണ് നെഗറ്റീവ് എഴുതാം. സോ 5/6 മൈനസ് 2/3. ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലേ. അപ്പോൾ 5/6 മൈനസ് 2/3 പ്ലസ് 1/3 മൈനസ് എഗെയിൻ ഈ സെയിം ബാക്കി എല്ലാ ടേംസ് അങ്ങനെ എഴുതി. ഈ ഒരു സ്റ്റെപ്പിൽ ആകെ ചെയ്തത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ ബ്രാക്കറ്റിന് മുമ്പിൽ ഈ പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിലോ മൈനസ് ഓഫ് മൈനസ് 2/3 എന്ന് പറയുന്നത് പ്ലസ് 2/3 ആയിട്ടുണ്ടോ. അപ്പോൾ അതാണ് ഡിഫറൻസ്. നെക്സ്റ്റ് 5/6 മൈനസ് 2/3 പ്ലസ് 1/3 മൈനസ് ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ഡിവൈഡ് ബൈ ബി ആണ്. എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണ്. സോ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള റാഷണൽ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൈനസ് 2/3 ഇൻറ്റു 2/3 വരും. 3/2ന്റെ റെസിപ്രോക്കൽ 2/3 അല്ലേ. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് മൈനസ് 4/9 വരും. ക്ലിയർ ആയല്ലോ? മൈനസ് 4/9 അതാണ് ഈ ബ്രാക്കറ്റിലെ ടേം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ബ്രാക്കറ്റിലെ ടേം മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്തത്. നെക്സ്റ്റ് 5/6 മൈനസ് 2/3 പ്ലസ് 1/3 മൈനസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് കേട്ടോ. എഗെയിൻ ഒരു മൈനസ് വന്നു. സോ അത് പ്ലസ് 4/9 ആയിരിക്കും. ഇനി എഗെയിൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഓരോ ടേംസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 1/3 അതായത് മൈനസ് 2/3 പ്ലസ് 1/3 ആണ്. ദാറ്റ് മീൻസ് ഡിനോമിനേറ്റേഴ്സ് കോമൺ അല്ലേ. ഇപ്പോൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. മൈനസ് 2 പ്ലസ് 1/3 അതായത് മൈനസ് 1/3. അപ്പോൾ ഈ രണ്ട് ടേമിനെ നമുക്ക് വേണമെങ്കിൽ മൈനസ് 1/3 എന്ന് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ ഇതേപോലെ കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് കൺസേൺ ടേംസിൽ ഏത് ടേം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അതുപോലെ ചെയ്തിട്ട് LCM എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഡിനോമിനേറ്റേഴ്സുള്ള ടേംസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്ത് സിംപ്ലിഫൈഡ് ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും ടേംസ് കുറഞ്ഞു കിട്ടും അല്ലേ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഇവിടെ 5/6 മൈനസ് 1/3 പ്ലസ് 4/9 അല്ലെങ്കിൽ ഇതേപോലെ 6339 ഈ 4 ടേംസിലെ അതിൻ്റെ കോമൺ ടേം അതായത് കോമൺ മൾട്ടിപ്പിൾ 18 എടുത്തു. ദാറ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 18 വാല്യൂ കിട്ടി. സോ 18 കിട്ടണമെങ്കിൽ ഇതേപോലെ വാല്യൂസ് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് 5 ഇൻറ്റു 3 നമുക്ക് ഏതൊക്കെ ടേംസ് ആണ് ഇല്ലാത്തത്. ഇപ്പോൾ 6 ഇൻറ്റു 3 ചെയ്താലാണ് 18 കിട്ടുക. ഈ ഒരു ടേമിൽ 6 ഇൻറ്റു 3 ചെയ്യണം. സോ 5 ഇൻറ്റു 3 ബൈ 6 ഇൻറ്റു 3 5 ഇൻറ്റു 3 15 ആണ്. ദെൻ നെക്സ്റ്റ് ടേമിൽ 3 ഇൻറ്റു എന്ത് ചെയ്താൽ 18 കിട്ടുക? 6 ചെയ്യണം. സോ 2 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 6. അപ്പോൾ 2 ഇൻറ്റു 6. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ഇൻറ്റു എഗെയിൻ ഇൻറ്റു 6 ചെയ്യണം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 ചെയ്യണം. അപ്പോഴാണ് 18 കിട്ടുക. അപ്പോൾ ആ ടേംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 17. അതായത് ഈ ഓരോ ടേംസും വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. 15 മൈനസ് 12 പ്ലസ് 6 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 18. ക്ലിയർ ആയല്ലോ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 3 പ്ലസ് 14 അതായത് 17/18 ഇതാണ് ആൻസർ കിട്ടുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് 1/2 ഇൻറ്റു മൈനസ് 5/6 മൈനസ് ബ്രാക്കറ്റിൽ മൈനസ് 10/6 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 15/6. അപ്പോൾ എഗെയിൻ ഒരു സിമിലർ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഓപ്പറേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വിതൗട്ട് എനി മിസ്റ്റേക്ക് അത് ക്ലിയർ ഔട്ട് ചെയ്യണം ഓരോ ടേം ബൈ ടേം. അപ്പോൾ 1/2 ഇൻറ്റു മൈനസ് 5/6 ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ എഴുതാം. മൈനസ് ഓഫ് മൈനസ് 10/6 പ്ലസ് ബ്രാക്കറ്റിൽ 1/2 ഡിവൈഡഡ് ബൈ 15/6 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബ്രാക്കറ്റിലെ ടേം ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. സോ 1/2 ഡിവൈഡ് ബൈ 15/6 എങ്ങനെ എഴുതാം?
1/2 into reciprocal of 15/6 അതായത് 6/50. സോ ഇവിടെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 1/2 into 3/15 ആണ്. 2 ക്യാൻസൽ ആയി, 3 15 പോയാൽ 5 വരും. സോ നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ 1/5 ആണ് വരിക. ക്ലിയർ ആയല്ലോ? ഇവിടെ 6/30 എഴുതിയിട്ടുണ്ട്, അത് 1/5 ആണ്. ആ 1/5 നെക്സ്റ്റ് സ്റ്റെപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ടേംസ് അങ്ങനെ എഴുതുക. അതായത് -5/12 ഇവിടെ ഈ രണ്ട് ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ -5/12 കിട്ടി. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് ഓഫ് -10/6 ആണ്. അതെന്താ? +10/6 ആണ്. അത് മാത്രമല്ല ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 5 / 3 കിട്ടും. 2 കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തു. സോ -5/12 + 5/3 + 1/5. ഇനി നമുക്ക് ഇതിന്റെ കോമൺ LCM എടുക്കാം. അപ്പോൾ 12, 3, 5ന്റെ LCM എന്ന് പറയുന്നത് എന്താ? 60 ആണ് വാല്യൂ അല്ലേ? സോ 60 ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കൺസേൺ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 5 ആണ് 60. സോ അഗെയിൻ -5 × 5 അതാണ് ഫസ്റ്റ് ടേം, പ്ലസ് 3 × 20 ചെയ്യണം. ദാറ്റ് ഈസ് 5 × 20 ആണ് സെക്കൻഡ് ടേം. ആൻഡ് ലാസ്റ്റ് വൺ 5 × 12 ചെയ്താൽ 60 കിട്ടും. സോ ന്യൂമറേറ്ററിൽ 1 × 12 ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ -25 + 100 + 12/60 അതായത് 87/60. ഇതാണ് ഏറ്റവും ഫൈനൽ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.